ഇന്ന് ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ ഉണ്ടാക്കുവാണ്. അതിനായി കരിയാപ്പില അങ്ങനെയുള്ള ലീവ്സ് എല്ലാം, തുളസിയില എല്ലാ ലീവ്സും എടുത്തു. അതുപോലെ അലോവേര ജെല്ലും എടുത്തു. ജെല്ലെന്ന് പറഞ്ഞാൽ മിക്സിയിൽ ജെല്ലും മിൽക്കും കൂടെ അടിച്ച് വെച്ചിട്ട് ആ ജെല്ലും മിൽക്കും ചേർത്ത് തന്നെ ഈ ഇലകളും ഓണിയനും എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്തു. അതുപോലെ രാമച്ചം, നെല്ലിക്ക പൗഡർ, കരിഞ്ചീരകം, ഉലുവ, അതുപോലെ റോസ്മേരി, ചെറുചെണ്ണ വിത്ത്, പിന്നെ എന്തൊക്കെയാ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇടുന്നുണ്ട്. 5-6 കുരുമുളക് പൊടിച്ചിടുന്നുണ്ട്. എല്ലാ സാധനവും ഇട്ടിട്ട് പൗഡറൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചേക്കണം. ഇന്ന് ഈവനിങ് വെച്ചാൽ നാളെ നമ്മളതെടുത്ത് എണ്ണ ഒഴിച്ചു കാച്ചാൻ വയ്ക്കത്തുള്ളൂ. എല്ലാം ചേർത്ത് ഇളക്കി വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം, അതായത് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ 4 o'clock സ്റ്റാർട്ടായതാണ്, ഈവനിങ് 4 o'clock അങ്ങനെ എണ്ണകളെല്ലാം ഒഴിച്ച് വെച്ച്. എണ്ണ എന്തൊക്കെയോ കോക്കനട്ട് ഓയിൽ, അതുപോലെ എള്ളെണ്ണ, ഒലിവ് ഓയിൽ, ബ്ലാക്ക് കാസ്റ്റർ ഓയിൽ, ഇത്രയും ചേർത്താണ്. 2 ലിറ്ററോളം ഓയിൽ വരുന്നുണ്ട്. കാച്ചി എടുക്കുമ്പോൾ 1.5 ലിറ്റർ മേലേ വരും. എണ്ണ കാച്ചി വരുമ്പോൾ 2 ലിറ്ററും കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ എല്ലാം ചേർത്ത് ഞാനങ്ങനെ എണ്ണ കാച്ചി തുടങ്ങി. സ്റ്റൗവിൽ വെച്ചത് 4 o'clock. അത് മിക്കവാറും 7:30 എനിക്ക് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ എല്ലാം ചേർത്ത് നല്ല രീതിയിൽ അടിയൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തില്ല എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുകയുമൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻഡിഗോ പൗഡറും ഈ പട്ടകളെല്ലാം എന്ന് പറഞ്ഞാൽ രക്തചന്ദനമൊക്കെയാണ് പട്ട. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ഒരു വൈൻ കളറാവാൻ നിൽക്കുന്നത് കേട്ടോ. അത് കളർ കാണുമ്പോൾ അറിയാം, ഞാൻ ഇടയ്ക്കെടുത്ത് കാണിക്കാമേ. ഓക്കെ, അത് കാണുമ്പോൾ അതിൻ്റെ പതയൊക്കെ കാണുമ്പോഴേ അറിയാമല്ലോ അങ്ങനെ കളറാവുന്നേ. അതേസമയം ലീവ്സ് തന്നെ അതിന് ഗ്രീൻ കളറിലിരുന്നേനെ. ഈ റെഡ് കളറിലെ പട്ടകളല്ലേ എല്ലാം, അതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ ഒരു കളർ വന്നത്. ഞാൻ അങ്ങനെ ഏകദേശം പണി തീരാറായി, കണ്ടോ പതഞ്ഞു വന്നത്. ഇനി ഈ പത മാറുമ്പം ഏകദേശം പണി തീരാറാവും. നോക്കിക്കേ, അങ്ങനെ ഇളക്കി 7:40 കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇപ്പം കണ്ടോ എങ്ങനെയായിരിക്കുന്നതെന്ന്. പതയൊക്കെ മാറി. ഇനി ഇതെന്താണ് ചെയ്യുന്നത് വെച്ചാൽ കോരി കുറേ മാറ്റണം, അല്ലാതെ ഈ ഉരുളി എനിക്ക് പിടിച്ച് ഒഴിക്കാൻ പാടാം. ആ ചൂടെണ്ണയും കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറേശ്ശെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഊറ്റിയെടുക്കും. ഞാൻ അങ്ങനെ ഊറ്റി വെച്ച് കണ്ടോ കുറേ അതിൻ്റെ ഇങ്ങനെയെല്ലാം ഉള്ള എന്തുവാ അതിന് പറയുന്നത് കക്കൻ, ആ സാധനമെല്ലാം കക്കൻ നാം തോന്നുന്നു, എനിക്കറിയത്തില്ല, അങ്ങനെ കണ്ടാ പറയുന്നത്. അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഓയിൽ കണ്ട. ഇനി ഇതിനകത്ത് കാണും പൊടികൾ എല്ലാം ഊറ്റി തണ്ട നല്ല ക്ലീനാക്കി ഞാൻ മാറ്റി. എന്നിട്ട് ബോട്ടിൽ ഒഴിച്ചപ്പോൾ എനിക്ക് 1.5 ലിറ്ററും സ്വല്പം കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ ഒരു വൈൻ കളറാണ്, പക്ഷേ ഇച്ചിരി തിക്കാ ഓയിൽ. ഞാൻ എടുത്ത് കാണിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ജലാംശം കൂടെ ചേർന്നായതുകൊണ്ട് അങ്ങനെ ഇരുന്നേ. അങ്ങനെ എനിക്ക് 1.5 ലിറ്റർ അല്ല, സ്വല്പം കൂടെ ഉണ്ട് ഓയിൽ.